പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിഞ്ച 300 ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു നിഞ്ച 300 ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് ആരുടെയാണെന്ന് മനസ്സിലായി കാണും. ദ മോൺസ്റ്റർ റെഡിൻ്റെ തന്നെ വണ്ടിയാണ്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറച്ച് പേർക്കൊന്നും അറിയത്തില്ല, എന്നാലും കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. കാരണം ഈ ഒരു വണ്ടിയുടെ വീഡിയോ നമ്മൾ പണ്ട് ചാനൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ ഒരു കളർ അല്ലായിരുന്നു, അന്നൊരു റെഡ് കളറായിരുന്നു. അതിൻ്റെ വേണം ഞാൻ ഒരു ഫോട്ടോ ഇപ്പം കാണിക്കാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ആ ഒരു വണ്ടി. അപ്പോൾ അന്ന് നിങ്ങൾ കുറേ പേരെന്നോട് ചോദിച്ചായിരുന്നു ഈ ഒരു വണ്ടിയുടെ വീഡിയോ വേണം, റിവ്യൂ വീഡിയോ വേണം. അതായത് ഇത് ചെയ്തേക്കുന്ന കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെയുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ വേണമെന്ന് നിങ്ങൾ കുറേ പേരെന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെയായിട്ടും വീഡിയോ ചെയ്യാഞ്ഞത്. അതായത് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യണമെന്ന് അവൻ അന്നേ പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്നാണ് ഞാനും ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവസാനം ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ദേ ഫുള്ള് സെറ്റായിട്ട് നമ്മുടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയെ നോക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ ആ ഒരു കളറ് തന്നെയാണ്. കളർ ഒരു രക്ഷയില്ല കേട്ടോ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ക്യാമറയെ കാണുന്ന പോലെ ഒന്നുമല്ല. ക്യാമറ ഒരിക്കലും അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റത്തില്ല, അത് നേരിട്ട് തന്നെ കാണണം കേട്ടോ. ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ മോനെ, ചുമ്മാ വിഷയം കളറാണ് ഇത്. ശരിക്കും നേരിട്ട് കണ്ടാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കാണാൻ. അമ്മാതിരി ഒരു ഗ്ലേസിങ് ആണ് കേട്ടോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ആ ഒരു സൂര്യൻ്റെ ഇതും കൂടെ അടിക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത ഒരു ഗ്ലേസിങ് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുന്നത് നീല മാത്രമല്ല ചെയ്തേക്കുന്നത്. ഇവിടെ കണ്ടോ ഒരു സിൽവർ, അതായത് ഇവിടെ മാത്രമല്ല അലോയി രണ്ടും ആ സെയിം സിൽവർ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇത് സിൽവർ അല്ല, ഇത് സിൽവറും കുറച്ച് ബ്ലാക്കൊക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുത്ത ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു വേറൊരു ഇതിലിരിക്കുന്നത്. സിൽവറായിട്ടല്ല, എന്നാലും സിൽവർ എന്ന് വേണേൽ നമുക്ക് പറയാം. കറക്റ്റ് സിൽവർ അല്ല കേട്ടോ. പക്ഷേ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് മാരകമാണ്. ഞാൻ ഒന്ന് ജസ്റ്റ് റൗണ്ടായിട്ടൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ടോ ആ ഒരു കളർ തന്നെയാണ് വണ്ടിയിൽ എറിച്ച് നിൽക്കുന്നത്, വേറൊന്നുമല്ല. ആ ഒരു കളറുണ്ടല്ലോ എൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മിററാണ് കേട്ടോ. ഈ ഒരു മിറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ R1 വരുന്ന കൂട്ടൊരു മിററാണ്. അപ്പോൾ അത് ജസ്റ്റ് നിഞ്ചയുടെ മോഡലും ഉണ്ട്, നിഞ്ചയ്ക്കും കൂടെ വരുന്ന മോഡലുണ്ട്. അപ്പോഴേക്കും ആ ഒരു മോഡലാണ് കേട്ടോ ഇതിന് പ്രൈസ് വരുന്നത് 3000 അടുത്താണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അത് വെച്ചോടെ വണ്ടിയുടെ ആ ഒരു ലുക്ക് നല്ല രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ. നല്ല രസമില്ല കാണാനായിട്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ പോലും അടിപൊളിയാണ് കണ്ടോ, ഒരു പ്രത്യേക ഒരു വൈബാണ്. പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറയാനായിട്ട് നമ്മുടെ ഈ ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ബ്ലാക്ക് ആയിട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന്, ഇതിൻ്റെ അകത്ത് ഫുള്ള് സ്മോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ ലൈറ്റും മാറ്റിയിട്ടുണ്ട്, LED ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് സ്റ്റോക്ക് മാറ്റിയിട്ട് LED ആക്കി. പിന്നെ ഈ ഒരു വിംഗ്ലെറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വിംഗ്ലെറ്റിന് പറയുന്നത് 1000 സംതിങ് എങ്ങാണ്ടേ ഉള്ളൂ റേറ്റ്. അപ്പോൾ എല്ലാം കൂടെ വന്നപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കുണ്ടല്ലോ മാരകമാണ്, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നേരിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അത്രയ്ക്ക് ലുക്കാണ് കേട്ടോ കാണാനായിട്ട് എൻ്റെ മോനെ. പിന്നെ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു റേഡിയേറ്റർ ഗാർഡ് കേട്ടോ, അതും 2000-3000 സംതിങ് റേറ്റ് വരുന്നതാണ് ആ ഒരു റേഡിയേറ്റർ ഗാർഡ്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുന്ന ആ ടൈമിൽ ഈ ഒരു ഫ്രെയിം സ്ലൈഡർ എന്ന് പറയുന്നത് അതും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൊടുത്തുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത് ചെറിയ ക്രാഷിലൊക്കെ ആണെങ്കിലും കിറ്റിനൊന്നും പറ്റത്തില്ല, വണ്ടിക്ക് പൊതുവേ ഒന്നും പറ്റത്തില്ല. ഈ ഒരു ഫ്രെയിം സ്ലൈഡറിൻ്റെ വില എന്ന് പറയുന്നത് 6000 സംതിങ് വരും കേട്ടോ. 6000 സംതിങ് ആണ് ആ ഒരു ഫ്രെയിം സ്ലൈഡറിൻ്റെ വിലയെന്ന് പറയുന്നത്. പക്ഷേ അതിനുള്ള സാധനമുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണത്, നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫ്രെയിം സ്ലൈഡറാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ ടാങ്ക് ചെറിയൊരു ഇതും കൊടുത്തിട്ടുണ്ട്, അതായത് സ്ക്രാച്ചൊന്നും ആകാതിരിക്കാൻ, പെയിൻ്റൊന്നും പോകാതിരിക്കാനായിട്ടുള്ള. പിന്നെ നിങ്ങൾ വണ്ടിയിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈലൻസർ തന്നെയായിരിക്കും കേട്ടോ. ഈ ഒരു എക്സോസ്റ്റ് നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്താ പറയാത്തതെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് യോഷിമോറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എക്സോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റിന് റേറ്റ് എന്ന് പറയുന്നത് 82,000 റുപ്പീസാണ്. അതായത് 82,000 രൂപയാണ് ഈ ഒരു എക്സോസ്റ്റിൻ്റെ മാത്രം വിലയെന്ന് പറയുന്നത്. പക്ഷേ
അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ടെന്ന് പറയുന്ന ഒരു മാരക സൗണ്ടാണ്. മാരകമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ മാരകമെന്ന് പറഞ്ഞാൽ പോരാ, അതുക്കും മേലെ. ഇപ്പം DB കില്ലർ വെച്ചിട്ടുണ്ട്. DB കില്ലർ വെച്ചിട്ട് പോലും അതിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ന്യൂട്രൽ ഇടട്ടെ കേട്ടോ. കേട്ടോണേ കേട്ടോ. ഞാൻ ഒത്തിരി ഇവിടെ കൈ കൊടുക്കുന്നില്ല, കൈ കൊടുത്ത വിഷയമാണ്. ഞാൻ വണ്ടി ഓടിക്കുമ്പം കേൾപ്പിച്ച് തരാം. അത് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് കേട്ടോ. ഒരു മാരക സൗണ്ടാണ്. എന്ന് വെച്ചാൽ ഓവർ ലൗഡും അല്ല, എന്നാലും ഒത്തിരി എന്താ പറയുന്നത്, വൃത്തികെട്ട സൗണ്ടൊന്നുമില്ല. ഒരു നൈസ് സ്മൂത്ത് സൗണ്ടുമാണ്, പക്ഷെ ലൗഡുമാണ്. അങ്ങനത്തെ ഒരു എക്സോസ്റ്റ് ആട്ടോ. പക്ഷേ സംഭവം അടിപൊളിയാണ്, കേൾക്കാനും നല്ല രസമുണ്ട്, എല്ലാം കൊണ്ടും പൊളിയാണ് കേട്ടോ. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ 82,000 രൂപ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം 2 ടയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 24,000 രൂപയാണ് ഈ 2 ടയറും കൂടെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് പുതിയ ഏതോ ഒരു ബ്രാൻഡാണെന്നാണ് അവൻ പറഞ്ഞത്. അതിൻ്റെ പേര് സെഞ്ചുറ ST, പിന്നെ ഇവിടെ എന്തോ കൊടുത്തിട്ടുണ്ട് കേട്ടോ, VREDNEIN അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെഞ്ചുറ ST എന്ന് പറയാം. അപ്പോൾ ഈ 2 പെയറിനാണ് 24,000 രൂപ വില വരുന്നത്. പക്ഷേ എന്താ പറയുന്നത്, കോർണറിങ് ഒക്കെ അടിപൊളി. വണ്ടി സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ടയർ നല്ല ഗ്രിപ്പ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഗ്രിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ അലോയിലേക്ക് കൊടുത്തേക്കുന്ന പെയിൻറ്റിങ് ഫുഡ് റെസ്റ്റേലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഫുഡ് പെങ്കിൻ്റെ ഈ ഒരു ഇതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. സംഭവം അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആ ഒരു സിൽവർ കളറ്. പിന്നെ ഇത് കണ്ടോ നമ്മുടെ ലൈറ്റ്, ലൈറ്റ് കത്തി നിൽക്കുന്ന കാണാൻ തന്നെ ഒരു വൈബാണ് കേട്ടോ. കാരണം അകത്ത് ആ ബ്ലാക്കും കൂടെ ചെയ്തേക്കുന്നുണ്ട്, ചുമ്മാ സീനാണ്. ഞാൻ എന്തായാലും ഓഫ് ചെയ്തിട്ടെ. ഓക്കെ, പിന്നെ ഒരു ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ ആവും. അത് നല്ല രസമാണ് കാണാൻ. കുറച്ച് ലൈറ്റ് ഇതുപോലെ നല്ല ഷെയ്ഡുള്ള വെട്ടമുള്ളിടത്താണെങ്കിൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ലൈറ്റ് നല്ല ഗ്ലേസിങ് ആയിട്ടുള്ളൊരു ബ്ലൂ ആവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സീറ്റ് കൗൾ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, സീറ്റ് കൗളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീറ്റ് കൗൾ എന്ന് പറയുന്നത് ഏതാണ്ട് 3,000 രൂപ എങ്ങാണ്ട് അടുത്ത് വില വരുന്നത്. 3,000-3,500 രൂപ എങ്ങാണ്ട് റേറ്റ് വില വരുന്നതാണ് ഇതിന്. നല്ല രസമുണ്ട് കാണാൻ. അത് നമ്മൾ ബ്ലൂ തന്നെയാണ് ചെയ്തേക്കുന്നത് കളറ്. നൈസാട്ടോ കാണാനായിട്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായി, ബ്രേക്കും ക്ലച്ചും. അപ്പോൾ ഇത് RCBയുടെ ആട്ടോ, RCBയുടെ ബ്രേക്കും ക്ലച്ചുമാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 10,000 റുപ്പീസാണ്. 10,000 രൂപയാണ് രണ്ടും കൂടെ ജോഡി പെയറായിട്ട് വന്നേക്കുന്നത്. 10,000 രൂപയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും വണ്ടിയെ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ മെയിനായിട്ട് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കളറും ഇതിൻ്റെ എക്സോസ്റ്റും. എൻ്റെ മോനെ, അത് രണ്ടും ഉണ്ടല്ലോ ഒരുമാതിരി തീ സാധനമാണ്. തീ എന്നൊക്കെ പറഞ്ഞാൽ പോരാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ എക്സോസ്റ്റിനോട്ട്. പിന്നെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം. നമ്മൾ ആ ഒരു 143 ഈ ഒരു സ്ട്രെച്ച് ഞാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് അവിടുന്ന് ഇവിടം വരെ 143. ഞാൻ ഇപ്പം കയറ്റുന്നൊന്നുമില്ല, കാരണം റോഡിൽ നല്ലപോലെ ആൾക്കാരുണ്ട്. അന്ന് തിരക്കൊന്നുമില്ല ഒരു സമയമാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം വണ്ടി. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് നേരെ റോഡിൽ പോയിട്ട് വണ്ടി ഓടിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയായിട്ടോ ഈ ഒരു പെയിൻറ്റിങ്ങിന് മാത്രം. അതായത് പെയിൻറ്റിന് എക്സ്ട്രാ ഒരു 5 രൂപ അടുത്തായിട്ടുണ്ട്. അതായത് ഈ ഒരു 2 പെയിൻറ്റിനും കൂടെ 5,000 രൂപ അടുത്ത് റേറ്റ് വന്നിട്ടുണ്ട്. പെയിൻറ്റിങ് ചെയ്തതിനാണ് 10 രൂപ വന്നേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പോവാം. വണ്ടിയുടെ സൗണ്ടെല്ലാം ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. സൗണ്ട് അങ്ങനെയുണ്ട്, പെവറല്ലേ? ഇതണ്ട കോർണറൊക്കെ ചുമ്മാ വണ്ടി അങ്ങ് ഒഴുകി പോവാണ് ശരിക്കും പറഞ്ഞാൽ.
സൗണ്ട് മുഴങ്ങുന്നു കേട്ടോ, ഭയങ്കര രസമാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് ഓടിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ്. പ്രത്യേകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, അത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കേൾക്കണം കേട്ടോ. നേരിട്ട് കേട്ടാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അമ്മാതിരി സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വണ്ടിയുടെ സൗണ്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വണ്ടിയുടെ ലുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ അവിടുന്ന് മാറി വേറൊരു സ്പോട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം കണ്ടില്ല, നല്ല രസമുണ്ട് വണ്ടി നിൽക്കുന്നത്, കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.